രമേശ് ചെന്നിത്തലയാകുവോ കെ.സി. വേണുഗോപാലാകുവോ വി.ഡി. സതീശനാകുവോ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമായിട്ടില്ല. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇവർ 3 പേരും തുല്യമായി അർഹതയുള്ളവരാണ്, അതുകൊണ്ട് ആരെയും തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത്. ഏതായാലും തീരുമാനം ഉടനെ വരുമെന്നൊക്കെ വിചാരിക്കാം, കുറച്ച് ദിവസം കൂടെ വേണ്ടി വരുമെന്ന് പറയുന്നു. ഈ സമയത്ത് ഈ 3 പേർക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിന് എത്രത്തോളം അർഹതയുണ്ട് എന്ന ചോദ്യം വളരെയധികം പ്രസക്തമായിട്ട് നിൽക്കുകയാണ്. ഇതിൽ ആദ്യത്തെ ആള് രമേശ് ചെന്നിത്തലയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള അർഹത മുതിർന്ന നേതാവായതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നത് വി.ഡി. സതീശനാണ്. എന്നാൽ അതിനു മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹം നയിച്ച UDF ആണ് ചരിത്രത്തിൽ അടുത്ത കാലത്തെങ്ങും ഇല്ലാത്ത വിധം LDFിനോട് ദയനീയമായി പരാജയപ്പെടുകയും അങ്ങനെ LDF തുടർച്ചയായി 2 തവണ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. UDF തുടർച്ചയായി 2 തവണ പ്രതിപക്ഷത്താകുകയും ചെയ്തു. ഇങ്ങനെ 2ാം തവണ പ്രതിപക്ഷത്തിൽ നീങ്ങിയപ്പോഴത്തേക്കും ആരായിരിക്കണം പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യം കോൺഗ്രസിൽ ഉയർന്നു. അങ്ങനെ അന്ന് ഭൂരിപക്ഷം MLA മാരും പറഞ്ഞത് രമേശ് ചെന്നിത്തല തന്നെ തുടരട്ടെ എന്നായിരുന്നുവെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്, രാഹുൽ ഗാന്ധി ടീം തീരുമാനിച്ചത് അത് വേണ്ട, ഒരു പുതിയ പ്രതിപക്ഷ നേതാവ് വരട്ടെ എന്നായിരുന്നു. അങ്ങനെയാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത്. ഈ 2ാം തവണ പ്രതിപക്ഷത്തിരുന്നിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ UDFന് വലിയ വിജയമുണ്ടായപ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുന്നു എന്നതിലെ യുക്തി എത്രത്തോളമാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇനി രണ്ടാമതുള്ളത്, ഇപ്പോൾ ശക്തമായി രംഗത്തുള്ളത് വി.ഡി. സതീശനാണ്. വി.ഡി. സതീശനേക്കാൾ പരിഗണിക്കപ്പെടുന്നത് ഇപ്പോൾ കെ.സി. വേണുഗോപാലാണ് എന്ന് പറയുന്നു. കെ.സി. വേണുഗോപാലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കോൺഗ്രസ് ഇപ്പോൾ രാജ്യത്ത് പ്രതിപക്ഷത്താണ് എന്ന് മാത്രമല്ല കേന്ദ്രത്തിൽ സർക്കാരില്ല, പല സംസ്ഥാനങ്ങളിലും ഭരണമില്ലാത്ത സ്ഥിതിയാണ്. കേരളത്തിൽ ഉൾപ്പെടെ ഭരണമില്ലാത്ത സ്ഥിതിയായിരുന്നു കഴിഞ്ഞ 10 വർഷം. ഈ സമയത്ത് കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കന്മാരും പാർട്ടി വിട്ടുപോയ സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ, അതായത് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ മുന്നിട്ട് വന്ന നേതാവാണ് കെ.സി. വേണുഗോപാൽ. ഒരുപക്ഷെ കെ കരുണാകരന് ശേഷം ചിലപ്പോൾ കെ കരുണാകരനേക്കാൾ ദേശീയ രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രബലനായിട്ടുള്ള വ്യക്തിയുമാണ് കെ.സി. വേണുഗോപാൽ. പല നിർണായക ഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ കെ.സി. വേണുഗോപാൽ രംഗത്തുണ്ടായിരുന്നു. അങ്ങനെ രാഹുലിന്റെ വലങ്കയാണ് കെ.സി. വേണുഗോപാൽ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇനി കേരളത്തിലെ കോൺഗ്രസിന്റെ സാഹചര്യം എടുത്താൽ അതിൽ കെ.സി. വേണുഗോപാലിനുള്ള പങ്ക് കഴിഞ്ഞ 2 KPCC പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതിൽ, അതിൽ കെ സുധാകരനാകട്ടെ അടുത്ത കണ്ണൂർക്കാരനായ സണ്ണി ജോസഫ് ആകട്ടെ, ഈ 2 പേരെയും നിശ്ചയിക്കുന്നതിൽ AICC നേതൃത്വത്തിന് താങ്ങും തണലുമായത്, ഇവിടുത്തെ സാഹചര്യമൊക്കെ വിശദീകരിച്ചു കൊടുത്തത്, ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സഹായിച്ചത് കെ.സി. വേണുഗോപാലാണ് എന്ന് കാണാം. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി.ഡി. സതീശനെ കൊണ്ടുവരുന്നതിൽ അതിലും കെ.സി. വേണുഗോപാൽ എടുത്ത നിലപാട് വളരെയധികം അതിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും. അതുവഴിയാകണം രമേശ് ചെന്നിത്തലയെ മാറ്റി വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവാക്കാം എന്ന തീരുമാനത്തിലേക്ക് AICC നേതൃത്വം എത്തിച്ചേർന്നിട്ടുണ്ടാവുക. അങ്ങനെ കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ സാഹചര്യം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി വി.ഡി. സതീശൻ നിലകൊണ്ടു എന്നാണ്. എല്ലാ പ്രശ്നങ്ങളും, അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാകട്ടെ, UDFുമായി ബന്ധപ്പെട്ടതാകട്ടെ, കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിനുള്ള നിലപാടുകളാകട്ടെ, അതെല്ലാം പറഞ്ഞിരുന്നത് വി.ഡി. സതീശനാണ്. ആ രീതിയിൽ വി.ഡി. സതീശനാണ് പ്രതിപക്ഷത്തിന്റെ മുഖമായി മാറിയത്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കെ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു, അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ചരിത്രത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത അത്രത്തോളം സീറ്റുകൾ നേടിക്കൊണ്ട് വിജയിച്ചു. എന്നാൽ ഈ വിജയത്തിന്റെയൊക്കെ ശില്പി, ഇതിന്റെയൊക്കെ പിറകിൽ പ്രവർത്തിച്ചത് വി.ഡി. സതീശനാണ്, അല്ലെങ്കിൽ വി.ഡി. സതീശൻ മാത്രമാണ് അതിന്റെ നേതൃത്വത്തിൽ എന്ന കഥയുണ്ടാക്കുന്നതിൽ വി.ഡി. സതീശനൊപ്പമുള്ളവർ വിജയിച്ചു എന്നിടത്താണ് ഇപ്പോൾ വി.ഡി. സതീശന് വേണ്ടി ഉയർന്ന വലിയ നിലവിളി എന്ന് തോന്നുന്നു. നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യമെടുത്താൽ ഇതിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ, അതോടൊപ്പം തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഫണ്ട് എത്തിക്കുന്നതിൽ, മറ്റ് പ്രചാരകരായിട്ടുള്ള നേതാക്കളെ എത്തിക്കുന്നതിലൊക്കെ കെ.സി. വേണുഗോപാൽ വഹിച്ചിട്ടുള്ള പങ്ക് വളരെയധികമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഘടകകക്ഷികളുമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്നതിൽ. അതിലുമുപരി നമുക്കിപ്പോൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും അതുപോലെ അമ്പലപ്പുഴയിലും UDF വിജയിച്ചിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് CPIM-ൽ നിന്നുള്ള വിമതരെ UDF-ൽ എത്തിച്ചുകൊണ്ടാണ്. ഇതിന് നേതൃത്വം നൽകിയതും ഇതിൽ വഹിച്ചിട്ടുള്ള പങ്കും കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികമാണ്. ഇതിന്റെ അലയൊലികൾ അതിന്റെ ആ മണ്ഡലങ്ങളിൽ മാത്രമല്ല, അതിന് തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിൽ പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാം. അങ്ങനെയാണ് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ സന്ദീപ് വാര്യർ എന്ന ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവല്ലാത്ത, അടുത്തിടെ മാത്രം കോൺഗ്രസിലെത്തിയ, മറ്റൊരു പാർട്ടിയിൽ നിന്ന് കാലുമാറിയെത്തിയ സന്ദീപ് വാര്യർക്ക് ഉൾപ്പെടെ വിജയിക്കാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിൽ സംജാതമായത്. ഈ രീതിയിൽ സാഹചര്യം ഒരുക്കുന്നതിൽ
വി ഡി സതീശനേക്കാൾ ഒരു പക്ഷേ KC വേണുഗോപാൽ പങ്കുവഹിച്ചിട്ടുണ്ടാകും. ഇനി വി ഡി സതീശന്റെ റോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിച്ചു. തുടർന്ന് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കെ നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിക്കാൻ സാധിച്ചു. നിയമസഭയിൽ മോശമല്ലാത്ത പ്രകടനം നടത്തി. വലിയ സമരങ്ങളൊന്നും സംഘടിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും പരമാവധി സജീവമായ ഒരു പ്രതിപക്ഷമായി തന്റെ പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയെ കൊണ്ടുപോകാൻ വി ഡി സതീശന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയുടെ സാഹചര്യം ഈ ഘട്ടത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നായിട്ട് മാറുകയാണ്. അതിന് കാരണം ഇപ്പോൾ വി ഡി സതീശന് വേണ്ടി ആരൊക്കെ ശബ്ദമുയർത്തുന്നു എന്നുള്ളതാണ്. വി ഡി സതീശന് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് UDF-ൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ഒളിഞ്ഞും തെളിഞ്ഞും വി ഡി സതീശന് വേണ്ടി നിലകൊള്ളുകയാണ്. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി വി ഡി സതീശന് വേണ്ടി പ്രകടനങ്ങളുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന നിലയിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാന ചർച്ചകൾക്കായി ഹൈക്കമാൻഡ് വിളിപ്പിച്ചതിനെ തുടർന്ന് ഡൽഹിയിലെത്തിയപ്പോൾ അവിടെ സ്വാഗതം ചെയ്യാൻ MSF പ്രവർത്തകർ പ്രകടനമായി എത്തി എന്നിടത്ത് വരെ ലീഗിന്റെ ഇതിലുള്ള താല്പര്യം നമുക്ക് കാണാൻ സാധിച്ചു. ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് പോലുള്ള നഗരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ബാനറാണ്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വച്ചത് എന്ന് കരുതുന്ന ഈ ബാനറിൽ എഴുതിയിരിക്കുന്നത് വി ഡി സതീശന് പിറകിൽ ജമാഅത്തെ ഇസ്ലാമിയാണോ അതോ SDPI ആണോ എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത്രത്തോളം തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുന്ന ഒരു ഇസ്ലാമിക സംഘടനയില്ല. ആ ഇസ്ലാമിക സംഘടനയെ വെള്ളപൂശിയ ആദ്യത്തെ നേതാവാണ് വി ഡി സതീശൻ എന്നോർക്കണം. അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് ക്ലീൻ ചിറ്റ് നൽകാൻ അദ്ദേഹം തയ്യാറായി. അതിന് തയ്യാറായി എന്ന് മാത്രമല്ല, തന്റെ പ്രസ്താവന വിവാദത്തിൽപ്പെട്ട സാഹചര്യത്തിൽ അത് പിൻവലിക്കാൻ വി ഡി സതീശൻ തയ്യാറായതുമില്ല. അതോടൊപ്പം കാണേണ്ടുന്ന മറ്റൊരു കാര്യം, ഇത്തരത്തിലൊരു പ്രസ്താവന തങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ട മതത്തിലെ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു അപക്വമായ പ്രസ്താവന വി ഡി സതീശൻ നടത്തിയതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരാനോ മുസ്ലിം ലീഗും തയ്യാറായില്ല എന്നോർക്കണം. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയെ UDF-ലേക്ക് കൊണ്ടുവരുന്നതിനെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ ഇത്തരം കാര്യങ്ങളിൽ ഈ അടുത്ത കാലത്തുള്ള നിലപാടുകൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ നേതാവ് നേരത്തെ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിൽ ഇത്തവണ മുസ്ലിം ലീഗ് ചെയ്തത് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയ ആ യുവ നേതാവിനോട് അദ്ദേഹത്തിന്റെ ഈ വിവാദ പ്രസ്താവന തിരുത്താൻ അഭ്യർത്ഥിക്കുന്നതിന് പകരം ചെയ്തത് അദ്ദേഹത്തിന് സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം കണ്ടെത്തി കൊടുക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ മത്സരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിയമസഭയിൽ എത്തിക്കാനാണ് ലീഗ് ശ്രമിച്ചത് എന്ന് ഓർക്കണം. എന്ന് മാത്രമല്ല, ഇപ്പോൾ KM ഷാജി പറയുന്നത് ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിട്ട് കിടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പുമായി കിടക്കുന്ന രണ്ട് വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഒറ്റ വകുപ്പാക്കി ഞങ്ങൾ അത് ഏറ്റെടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് പറഞ്ഞിരിക്കുന്ന സാഹചര്യം കൂടി ഓർക്കണം. മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കരുത് എന്ന ഒരു ചിന്ത കോൺഗ്രസിൽ ഉയരുന്നു. അതോടൊപ്പം തന്നെ BJP പോലുള്ള പാർട്ടികളുടെ മുതിർന്ന നേതാക്കന്മാർ ഈ ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. കാരണം കാലാകാലങ്ങളായി ഇതുവരെ UDF ഭരണകാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിരുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മതത്തോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നു. ആ സാഹചര്യം ഇനിയും കേരളത്തിൽ ഉണ്ടാകരുത് എന്ന രീതിയിലുള്ള ചൂണ്ടിക്കാട്ടലുകൾ ഉണ്ടായപ്പോഴാണ് KM ഷാജി രണ്ട് വിദ്യാഭ്യാസ വകുപ്പുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയും സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിനെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒറ്റ വകുപ്പാക്കി മാറ്റുകയും ഞങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്യുമെന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിനെയും തിരുത്താൻ ആരും തയ്യാറായിട്ടില്ല എന്നോർക്കണം. ഇനി ഇത്തരത്തിൽ നീങ്ങുന്ന ഈ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് മുന്നിൽ നിൽക്കുന്ന വി ഡി സതീശൻ ഇപ്പോഴും അദ്ദേഹം തുടരുന്ന ഒരു ശൈലി, നേരത്തെ അദ്ദേഹം തുടങ്ങിയ ഒരു ശൈലിയുടെ തുടർച്ചയാണ്. അത് ചരിത്രമോർക്കണം. ഹരിത MLA-മാർ എന്ന ഒരു ഗ്രൂപ്പിനെ കോൺഗ്രസിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ച അതിൽ വിജയിച്ച നേതാവാണ് വി ഡി സതീശൻ. അദ്ദേഹം താരതമ്യേന യുവാവായിരുന്ന കാലത്ത് തൻ്റെ പ്രായമുള്ള അല്ലെങ്കിൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞ കോൺഗ്രസിലെ യുവ നേതാക്കന്മാരെ MLA-മാരെ MP-മാരെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ആശയവുമായി കോൺഗ്രസിന് മുന്നിലേക്ക് വരികയായിരുന്നു. അത് വലിയ തോതിൽ കുത്തകകൾ, അതായത് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ പോലെയുള്ള അല്ലെങ്കിൽ ടാറ്റാ കണ്ണൻ ദേവൻ പോലെയുള്ള കുത്തകകൾ കേരളത്തിലെ ഭൂമി വലിയ തോതിൽ അടിച്ചു മാറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ കയ്യേറിയിരിക്കുന്നു, അല്ലെങ്കിൽ നിയമവിരുദ്ധമായി കൈക്കലാക്കിയിരിക്കുന്നു എന്ന പരാതിയുമായി അതിന് തെളിവുകളുള്ള രേഖകളുമൊക്കെ ആയിട്ടാണ് അവർ
രംഗത്ത് വന്നത്. അങ്ങനെ രംഗത്ത് വരികയും അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു. ശ്രീ MM ഹസനെ നേരിട്ട് കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒറ്റപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യമെന്ന വാദങ്ങൾ ഉയർന്നു. എന്നാൽ ആ സമയത്തും ടെലിവിഷൻ ചാനലുകളിൽ ചെന്നിരുന്നു. അന്നത്തെ കാലത്ത് സജീവ സംവാദകനായിരുന്നു സതീശനൊക്കെ. അങ്ങനെ ടെലിവിഷൻ ചാനലുകളിൽ ചെന്നിരുന്ന് ശക്തിയുക്തം തങ്ങളുടെ തന്നെ പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെ തന്നെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നതായിരുന്നു ഇന്നലെകളിലെ അവരുടെ രാഷ്ട്രീയം. അങ്ങനെ കോൺഗ്രസ് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും അതിലൂടെ അവസരമൊത്തപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരികയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വളരെ മെച്ചപ്പെട്ടത് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ശരാശരിക്ക് മേലുള്ള പ്രകടനം നടത്തുകയും തുടർന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാവുകയും ചെയ്തു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ എല്ലാ നേട്ടവും പക്ഷേ സതീശൻ തനിച്ച് തൻ്റേത് മാത്രമാണ്, താൻ മാത്രമാണ് ഇത് ഉത്തരവാദി, അല്ലെങ്കിൽ തന്റെ മാത്രം പ്രവർത്തനത്തിലൂടെയാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള റെക്കോർഡ് വിജയം ഉണ്ടായത് എന്ന് സതീശൻ പ്രസ്താവിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അതിന് KC വേണുഗോപാലിനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെ, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പോലെ, മറ്റ് ഘടകകക്ഷികളെ പോലെയുള്ളവരുടെ വലിയ തോതിലുള്ള പ്രവർത്തനമുണ്ട്. KC വേണുഗോപാലിന്റെ ദേശീയ തലത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ പദവി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് UDF രാഷ്ട്രീയത്തിന് നൽകിയ വലിയ സംഭാവനകൾ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. അത്തരത്തിൽ അവരുടെയൊക്കെ പ്രവർത്തനത്തിലൂടെ ഉണ്ടായ നേട്ടത്തിന്റെ മികവ് തനിക്ക് മാത്രം അവകാശപ്പെടുന്നതാണ് എന്ന് സതീശൻ അവകാശപ്പെടുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് ചിന്തിക്കപ്പെടേണ്ടതാണ്. ഇത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം പെട്ടെന്ന് സതീശന് എഴുതി കൊടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഏതായാലും സതീശന്റെ പേരിൽ ഇപ്പോൾ ഉയർന്ന ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം സംബന്ധിച്ച ഈ പോസ്റ്റർ ഉൾപ്പെടെ ഇത്തരം ചർച്ചകളെ സ്വാധീനിക്കും എന്നാണ് കരുതാൻ സാധിക്കുക.